പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സോണിയാഗാന്ധിയും പ്രതിഷേധത്തിന്റെ ഭാഗമായി. അതേസമയം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് തള്ളി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, പുറത്തും അകത്തുമൊക്കെ പ്രതിഷേധം, തുടർച്ചയായ ദിവസങ്ങളിലുള്ള പ്രതിഷേധമാണ്. ഇന്ന് എങ്ങനെയായിരുന്നു ലോക്സഭാ നടപടിക്രമങ്ങളൊപ്പം രാജ്യസഭയിൽ നടന്നത് എന്ത്? അനുജ, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം പ്രധാന ആയുധമാക്കിക്കൊണ്ട് സർക്കാരിനെതിരെ കടുത്ത ആക്രമണം നടത്തുകയാണ് പ്രതിപക്ഷം. ഇന്നും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സഭ സമ്മേളിക്കുന്നതിന് മുമ്പായി മകര കവാടത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസവും സമാനമായി കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്ന് UPA അധ്യക്ഷ സോണിയാഗാന്ധിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. സഭ സമ്മേളിച്ച ഉടൻ തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധം കനത്തു. ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള ചെയറിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികൾ ആരംഭിച്ചു. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം എത്തിയതോടെയാണ് പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനവുമായി സ്പീക്കർ ഓം ബിർള രംഗത്ത് വന്നത്. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണം എന്നാവശ്യപ്പെട്ട സ്പീക്കർ ഇത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ ഒരു പ്രതിഷേധം കാണുന്നുണ്ട് എന്നും ഇതിനു വേണ്ടിയാണോ ജനങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചത് എന്നും കോൺഗ്രസ് പാർട്ടിയുടെ രീതി ഇതാണോ എന്നും KC വേണുഗോപാലിനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് സ്പീക്കർ ഓം ബിർള ചോദിച്ചു. തുടർന്നാണ് സഭ 2 മണിവരെ പിരിയുന്ന കാര്യം സ്പീക്കർ പ്രഖ്യാപിച്ചത്. അതേസമയം രാജ്യസഭയിൽ പ്രധാനമായും പല വിഷയങ്ങൾ ഉന്നയിച്ചുള്ള നോട്ടീസുകൾ നൽകിയിരുന്നു. അതിൽ കേരളത്തിലെ തെരുവ് നായ് ശല്യം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുള്ള നോട്ടീസുകൾ ഇന്ന് രാജ്യസഭയിൽ നൽകിയിരുന്നു. ഒപ്പം തന്നെ സുപ്രധാനമായ മറ്റൊരു നോട്ടീസ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്നുള്ളത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിൻ്റെ രാജി ചർച്ച ചെയ്യണമെന്നാണ്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് തയ്യാറായില്ല. തുടർന്ന് എന്നാൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ രാജ്യസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരമിക്കുന്ന അംഗങ്ങൾക്ക് ആശംസകൾ അറിയിക്കുന്ന നടപടിയാണ് ഇപ്പോൾ രാജ്യസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുജ, ഇതിലിപ്പോൾ ഈ ഉപരാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് അതൊരു വിവാദ വിഷയമായി തന്നെ മാറിയിട്ടുണ്ടല്ലോ ബൽറാം. പുതിയ പേരുകാർ ആരൊക്കെ എന്നതിലൊക്കെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. BJPയിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും എന്നതിൽ അതിലും ചില പേരുകളുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ്റേതടക്കമുള്ള പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിലൊക്കെ ചർച്ചകൾ എങ്ങനെയാണ് നടക്കുന്നത്? അനുജ, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ നിരവധിയുണ്ട്. അതിൽ ഈ രാജി അപ്രതീക്ഷിതമാണ് എന്ന് വ്യക്തമാക്കുന്നത് അദ്ദേഹം അടുത്ത ദിവസം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം വിളിച്ച് നിൽക്കെയാണ് രാത്രി അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് സഭയിലുണ്ടായ നടപടികൾ, പ്രത്യേകിച്ച് രാജ്യസഭയിലെ ഭരണപക്ഷ നേതാവ് കേന്ദ്രമന്ത്രി JP നദ്ദ താൻ പറയുന്നത് മാത്രമായിരിക്കും സഭാരേഖകളിൽ ഉണ്ടാകുക എന്ന പരാമർശം നടത്തിയിരുന്നു. കൂടാതെ ഈ കമ്മിറ്റി ഒന്നും പങ്കെടുത്തിരുന്നില്ല. താരതമ്യേന ജൂനിയറായ മന്ത്രി L മുരുകൻ മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ യോഗത്തിൽ സഭാ നടപടികൾ, ഈ ആഴ്ചത്തെ നടപടിക്രമങ്ങൾ തീരുമാനിക്കാനുള്ള യോഗത്തിന് എത്തിയത്. രാവിലെ അത്തരത്തിൽ പെരുമാറിയതിനെ തുടർന്ന് ഉച്ചയ്ക്കും വീണ്ടും യോഗം ചേരുകയും മറ്റ് മന്ത്രിമാരെ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ രാജിക്ക് കാരണമായി എന്ന അഭ്യൂഹങ്ങളുണ്ട്. അദ്ദേഹം എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്തായാലും പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ സജീവമാണ്. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ അഭ്യൂഹങ്ങളിൽ ശശി തരൂരിൻ്റെയും ആരിഫ് മുഹമ്മദ് ഖാന്റെയും പേരുകൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ പോലും നിതീഷ് കുമാറിന്റെ പേരിന് സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. സമാനമായി തന്നെ ബീഹാറിൽ നിന്നും മറ്റൊരു പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് BJP നേതൃത്വത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ ശനിയാഴ്ച ചേരുന്ന NDA യോഗത്തിലായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ച ഒരു ധാരണയിലേക്ക്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ, ചർച്ചകൾ അതൊക്കെ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അതിന്റെ വിവരങ്ങൾ, ഒപ്പം രാജ്യസഭയിൽ നടന്നത് എന്ത് എന്നതിന്റെ വിവരങ്ങൾ കൂടിയാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.